Hi students, today we are going to discuss about solubility and problems related to colligative properties. Then what are the four types of colligative properties? Elevation boiling point, depression freezing point, osmotic pressure and relative lowering of vapor pressure. ഓക്കെ, ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. 4 പ്രോബ്ലം ഞാൻ ചെയ്യുന്നുണ്ട് ഇത് കംപ്ലീറ്റ്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടൈപ്പ് നിങ്ങളെങ്ങനെയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ? Then what is solubility? What is solubility? Solubility is the solubility of a solution is the maximum amount of solute, maximum amount of solute, maximum amount of solute, okay, maximum amount of solute that can be dissolved in a specified amount of solvent. ഇത് അത് എത്ര സൊല്യൂട്ട് എത്ര സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സോളിബിലിറ്റി. സോളിബിലിറ്റി മീൻസ് വേറെ വാക്ക് പറഞ്ഞാൽ എബിലിറ്റി ടു ഡിസോൾവ്, എബിലിറ്റി ടു ഡിസോൾവ്, ലയിക്കാനുള്ള കഴിവ്. ഈ സോളിബിലിറ്റി. വാട്ട് ഈസ് സോളിബിലിറ്റി? സോളിബിലിറ്റി ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. Then solubility depends upon solubility of either solute. ഈ സൊല്യൂട്ടിൻ്റെ solubility depends upon ഒന്ന് നേച്ചർ, ഫസ്റ്റ് പാർട്ട് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. സെക്കൻഡ് കേസ് ടെമ്പറേച്ചർ, തേർഡ് കേസ് പ്രഷർ. ഇങ്ങനെ പറയാം. വാട്ട് ഈസ് സോളിബിലിറ്റി? സോളിബിലിറ്റി ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ specified amount of solvent. Then the solubility of a solute depends upon nature of solute and solvent. Okay, next temperature, then pressure. First നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് solubility of a solid in a liquid, that is solid in liquid. അതൊരു ഫസ്റ്റ് വൺ. ഡിപ്പെൻസ് upon nature of solute and solvent, nature of solute and solvent. നമുക്കറിയാം ജനറലായിട്ട്, ഇൻ ജനറൽ നമുക്കറിയുന്നൊരു മീനിങ് ആണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഈ ഒരു വാക്ക് ഓർത്ത് നോക്കൂ, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഈ ഒരു പോയിന്റ് എടുത്ത് നോക്കൂ, ഡിസോൾവ്സ് ലൈക്ക്. ഇങ്ങനെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ദാറ്റ് ഈസ് ഇഫ് ദി സോൾവെന്റ് ഇങ്ങനെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ദാറ്റ് ഈസ് എ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ് ഇഫ് ദ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് ആർ സിമിലർ ഇൻ ദി ടു. രണ്ടെണ്ണത്തിൻ്റെയും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഒരേപോലെയാണെങ്കിൽ, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് സെയിം ആണെങ്കിൽ, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് സെയിം ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് നേച്ചർ ഓഫ് സോൾവെൻറ്റ് ഹിയർ, എക്സാമ്പിൾ വാട്ടർ. ദ നേച്ചർ ഓഫ് നേച്ചർ ഓഫ്, ഇവിടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് സോൾവെൻറ്റ് വാട്ടർ, നേച്ചർ ഓഫ് സോൾവെൻറ്റ് പോളാർ. ദെൻ അവിടെ സൊല്യൂട്ട് ഷുഗർ, അതിൻ്റെ നേച്ചർ polar. So polar molecules, polar solute, polar solute here, then here polar solvent. So like dissolves like. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതിലെന്തായിരിക്കും? സോല്യൂബിൾ ആയിരിക്കും. ഓക്കെ, സൊല്യൂട്ട് പോളർ, സോൾവെൻറ്റും പോളർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കേസ് നോക്കും, സൊല്യൂട്ട് നോൺ പോളാറാണ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് അങ്ങനെ ചെയ്ത് സൊല്യൂട്ട് നോൺ പോളാർ ബട്ട് സോൾവെൻറ്റ് പോളാർ. അങ്ങനെയാണെങ്കിൽ ഈ മീനിങ് വെച്ച് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നൊരു പോയിന്റ് വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ, നോട്ട് സോല്യൂബിൾ. സോല്യൂബിൾ അല്ല. ഇനി ഇവിടെ ബെൻസീൻ എന്നുള്ളത് എക്സാമ്പിൾ എടുത്തു. ബെൻസീൻ ഈസ് എ നോൺ പോളാർ സോൾവെൻറ്റ് ആൻഡ് നാഫ്തലീൻ എടുത്തു, അത് നോൺ പോളാർ സൊല്യൂട്ടാണ്. സോ ദിസ് ഈസ് നോൺ പോളാർ, നോൺ പോളാർ. സോ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന മീനിങ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് സോല്യൂബിൾ. ഓക്കെ, സോല്യൂബിൾ. ദെൻ ഇവിടെ ബെൻസീൻ നോൺ പോളാർ ആണ്, സോഡിയം ക്ലോറൈഡ് എന്നുള്ളത് പോളാറാണ്. സോ നോൺ പോളാർ ആൻഡ് പോളാർ. സോ ദിസ് ഈസ് നോട്ട് സോല്യൂബിൾ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഒരു കേസിൽ ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ പറയുന്നത് എഫക്റ്റ് ഓഫ്, സെക്കൻഡ് കേസ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ഏത്? നമ്മളുടെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറയുന്നത്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞാൽ
നമ്മൾ ഈ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ലേ ഷാരീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നു. അത് നമുക്കറിയാം, വെൻ എ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ് ടു ഗെറ്റ് എ സൊല്യൂഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് പ്രോസസ്. ഇത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് ബിക്കോസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എക്സോതെർമിക്? ബിക്കോസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഇനി അടുത്ത കേസ് പറയുന്നത് ഈ ഡെൽറ്റ എച്ച്, അത് നമ്മുടെ കേസിൽ ഇങ്ങനെ പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സിൻ്റെ കേസിൽ, എൻതാൽപ്പി സൊല്യൂഷൻ ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്ന് പറയും, അത് പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സോളിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് enthalpy solution greater than 0, that means positive. This is an example for an endothermic process. So here solubility of a solute increases with increase in temperature. ഇനി enthalpy solution അത് ലെസ് ദാൻ 0 ആയാലും മീൻസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഇവിടെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സോതെർമിക് ആണ്. സോ സോളിബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിൻ്റെ മീനിങ് ഫോർ എൻഡോതെർമിക് പ്രോസസ്, ഈ കേസിൽ ഫോർ എൻഡോതെർമിക് പ്രോസസ് സോളിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഫോർ എക്സോതെർമിക് പ്രോസസ് സോളിബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഷുഗർ എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നമ്മൾ ഒരു ബീക്കറിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ വാട്ടറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് ഡിസോൾവ് ചെയ്യും. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇനി അടുത്ത കേസ് പറയുന്നത്, തേർഡ് കേസ് പറയുന്നത് എഫക്റ്റ് ഓഫ് പ്രഷറാണ്. ദെൻ നമ്മളിവിടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഹിയർ ദർ ഈസ് നോ എഫക്റ്റ് ഓഫ് പ്രഷർ. എഫക്റ്റിന് പ്രഷറിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. നോ എഫക്റ്റ് ഓഫ് പ്രഷർ ബിക്കോസ് ഇവിടെ ഏതിൻ്റെ കേസാണ് പറയുന്നത്? സൊല്യൂട്ട് ഏത് കേസാണ്? സോളിഡ് ആണ് പറയുന്നത്. ഓക്കെ, സോളിഡ് ആകുമ്പോൾ നോ എഫക്റ്റ് ഓഫ് പ്രഷർ. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസ്, സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, സെക്കൻഡ് ആണ് നമ്മുടെ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, ഗ്യാസ് ഇൻ എ ലിക്വിഡ്. അപ്പോൾ അതിൽ നമുക്കറിയാം സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് നമ്മുടെ ഇതിലും പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ, ആര് ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, സെക്കൻഡ് പ്രഷർ, ടെമ്പറേച്ചർ, അതെല്ലാം പറയാൻ പറ്റും. ഞാൻ ആദ്യം ഇത് പറയുന്നത് എഫക്റ്റ് ഓഫ് പ്രഷറാണ്. ഇപ്പോൾ എഫക്റ്റ് ഓഫ് പ്രഷർ പറയുമ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, അതായത് ദി എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്, അത് നമ്മൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഹെൻറീസ് ലോ എന്ന് പറയും. ഹെൻറീസ് ലോ നമ്മൾ ഫസ്റ്റ് ഇയർ ഇക്വിലിബ്രിയം എന്നൊരു ടോപ്പിക്കിൽ പഠിച്ചാണ് ഹെൻറീസ് ലോ. വാട്ട് ഈസ് ഹെൻറീസ് ലോ എന്ന് അറിയണം. ഹെൻറീസ് ലോ, ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൻറീസ് ലോ, ഇപ്പോൾ ഹെൻറീസ് ലോന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ഹെൻറീസ് ലോന് ഇതിൽ ഫസ്റ്റ് കേസ് പറയുന്നത്, ഹെൻറീസ് ലോ ഫസ്റ്റ് കേസ് ഇതാ പറയുന്നത്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the solubility of a gas in liquid directly proportional to the pressure of the applied gas, the pressure of the gas എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ the mass of a gaseous molecule dissolved in a solvent is directly proportional to the pressure applied on it. That is m proportional to p, then m is equal to kh into p, where kh is called Henry's constant. Okay, Henry's constant. What is Henry's law? First ഒരു കേസ്, ഒരു പോയിന്റ്, ഫസ്റ്റ് ലോ, ഒരു ഹെൻറീസ് ലോ രണ്ട് കേസ് ഉണ്ട്. ഒരു കേസിൽ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ the mass of a gaseous molecule dissolved in a solvent is directly proportional to the pressure applied on it. That is m proportional to p, then m is equal to kh into p, where kh is Henry's constant. ഇനി സെക്കൻഡ് കേസ് പറയുന്നത്, ഇത് ശരിക്കും നോക്കണം. സെക്കൻഡ് കേസ് നല്ല രസമാണ് പറയാൻ വേണ്ടിയിട്ട്. Henry's law means the partial pressure of a gas in vapor phase, that is P, is directly proportional to the mole fraction of the gas dissolved in a solution. The partial, according to Henry's law, second case, according to Henry's law, the partial pressure of a gas in vapor phase is directly proportional to the mole fraction of the gas dissolved in the solution. That is P proportional to chi or x എന്ന് പറയാം. Then P is equal to same pattern kh into x, where kh is called Henry's constant. Okay,
ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ഇനി കെ എച്ച് ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. എൻ്റെ അടുത്ത കേസ് പറയുന്നത് ഇവിടെ ഒരു പോയിന്റ് എടുത്ത് നോക്കുക. ദി സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ്, അതായത് ഹയർ ദി വാല്യൂ ഓഫ് കെ എച്ച്, ഈ കെ എച്ചിൻ്റെ വാല്യൂ കൂടുമ്പോൾ, അതായത് കെ എച്ചിൻ്റെ വാല്യൂ ഹെൻറീസ് കോൺസ്റ്റൻ്റ് വാല്യൂ കൂടുമ്പോൾ അതിൻ്റെ സോളിബിലിറ്റി എന്ത് ചെയ്യുന്നു പറയാം, സോളിബിലിറ്റി ഓഫ് ദി ഗ്യാസ് എന്ത് ചെയ്യും, ഗ്യാസ് ഡിക്രീസസ് എന്ന് പറയുന്നത്. വെൻ ഹയർ ദി വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ലോവർ ഇറ്റ്സ് സോളിബിലിറ്റി. ഓക്കെ, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ്. ഹയർ ദി വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ലോവർ ദി വാല്യൂ ഓഫ് സോളിബിലിറ്റി. ഓക്കെ, അതും ക്ലിയർ ചെയ്യണം. ഇതാണ് നമ്മളുടെ ഗ്യാസിൻ്റെ കേസിൽ, സോളിബിലിറ്റിൻ്റെ കേസിൽ എഫക്റ്റ് ഓഫ് പ്രഷർ പറയുമ്പോൾ നമ്മൾ ഹിയർ വി ഡിസ്കസ് ഹെൻറീസ് ലോ. അത് രണ്ട് കേസുണ്ട്. ഫസ്റ്റ് കേസ് അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ ഇത് എം പ്രൊപ്പോർഷണൽ ടു പി എന്നുള്ളത്, എം പ്രൊപ്പോർഷണൽ ടു പി. സെക്കൻഡ് കേസ് പറയുന്നത് then P is equal to KH into X, or what is P? Partial pressure, X or chi means solubility. Okay, clear. പിന്നെ അടുത്തൊരു പോയിന്റ് നമുക്ക് അറിയുന്നൊരു കേസാണ്, അതായത് ദ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത്, ഒരു ഗ്യാസിൻ്റെ സോളിബിലിറ്റി എന്ത് ചെയ്യും, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ബട്ട് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. പ്രഷർ കൂടുമ്പോൾ സോളിബിലിറ്റി കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോഴും സോളിബിലിറ്റി കൂടും. നമുക്ക് എന്താ പറയുക, ദ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക. ഇനി ഇതിൽ എപ്പോഴും എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബട്ട് അത് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ എന്നുള്ളത്. ഈ ഹെൻറീസ് ലോൻ്റെ അപ്ലിക്കേഷൻസ് എന്താ ചോദിക്കും, അപ്ലിക്കേഷൻസ് എന്നുള്ളത്. അപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമുക്കറിയാം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ടു ഇൻക്രീസ് സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇൻക്രീസ് ദി സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമുക്കറിയാം സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത കേസിൽ പറഞ്ഞ് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്, ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ഡ്യൂ ടു ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഓക്സിജൻ ഈസ് ലെസ്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഓക്സിജൻ്റെ എമൗണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും, ഓക്സിജൻ്റെ എമൗണ്ട് കുറവാണ്. ദിസ് റിസൾട്ട്സ് ഇൻ ലോവർ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, അങ്ങനെയാണെങ്കിൽ അതായത് സാധാരണ ജനങ്ങൾ നമ്മൾ ലിവിങ് ഇൻ ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് ക്ലൈംബേഴ്സ് അങ്ങനെയുണ്ട്. അപ്പം അതായത് പറയുന്നത് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ഓക്സിജൻ ഈസ് ലെസ്, സോ ഓക്സിജൻ ഇൻ ദി ബ്ലഡ് എന്ത് ചെയ്യും, ഡിക്രീസസ്. ഇതിൽ നമ്മൾ മുകളിൽ കുന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലോ അല്ലെങ്കിൽ അതിലെല്ലാം ജീവിക്കുന്ന ഒരാളുടെ കേസിൽ ഇങ്ങനെയാണ്, ഓക്സിജൻ കണ്ടൻറ്റ് ബ്ലഡിൽ കുറവായിരിക്കും. അപ്പം ലോ ബ്ലഡ് ഇൻ ദി ഓക്സിജൻ, ഒരു ഓക്സിജനിൽ ബ്ലഡിൻ്റെ കുറവ്, ബ്ലഡിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് അനോക്സിയ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന വാട്ട് ഈസ് അനോക്സിയ, സിമ്പിൾ. ലോ ബ്ലഡ് ഇൻ ദി ഓക്സിജൻ റിസൾട്ട്സ് ഇൻ ഫിസിക്കൽ വീക്ക്നെസ് ആൻഡ് ആർ അനേബിൾ ടു തിങ്ക് ക്ലിയർലി. ദിസ് ഈസ് കോൾഡ് അനോക്സിയ. അപ്പം ലോ ബ്ലഡ് ഓക്സിജൻ റിസൾട്ട്സ് ഇൻ ഫിസിക്കൽ വീക്ക്നെസ് ആൻഡ് അണേബിൾ ടു തിങ്ക് ക്ലിയർലി. ദിസ് ഈസ് കോൾഡ് അനോക്സിയ. ഓക്കെ, അത് ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെടുക്കാൻ ഒരു ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാവും എന്ന് പറയുന്നു. അത് അനോക്സിയ ഓർത്ത് നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത്, പിന്നെ ഇങ്ങനെ പറയുന്നത്, ടു അവോയ്ഡ് ദി ടോക്സിക് എഫക്ട്സ് ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദി ബ്ലഡ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദി ബ്ലഡിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദി ബ്ലഡ്. ഓക്സിജൻ അല്ല, നൈട്രജൻ ഇൻ ദി ബ്ലഡ് ഈസ്, അതിന് നമ്മൾ പറയുന്നത് ബെൻഡ്. നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരു ബെൻഡ് നല്ലൊരു ടോക്സിക് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ദ ടാങ്ക്സ് ഓഫ് സ്ക്യൂബ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം. അതും ഓർത്ത് നോക്കും. അതായത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദ ബ്ലഡ് കോസസ് എ ടോക്സിക് എഫക്റ്റ്. ദിസ് ഈസ് കോൾഡ് ബെൻഡ്. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദ ബ്ലഡ് കോസസ് എ ടോക്സിക് എഫക്റ്റ്. ദിസ് ഈസ് കോൾഡ് ബെൻഡ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് എന്ത് ചെയ്യും, ഈ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഇൻ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം. ഓക്കെ, എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം. ഇത്ര ഓർത്ത് നോക്കുക നമ്മളുടെ പ്രഷറിൻ്റെ എഫക്റ്റ് പറയുമ്പോൾ.
ഇനി ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രോസസ്സ് എന്താണ്, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് എന്നാൽ ശരിക്കും സെക്കൻഡ് കേസ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറയുമ്പോൾ ഈ ശരിക്കും ഈ പ്രോസസ്സ് എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെൻ എ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ്, സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ് ടു ഗെറ്റ് എ സൊല്യൂഷൻ, ദിസ് ഈസ് എന്ന് എക്സോതെർമിക് ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ പ്രോസസ്സ് എക്സോതെർമിക് ആണ്. എക്സോതെർമിക്, ഈ എക്സോതെർമിക് പ്രോസസ്സ് ആകുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറയുമ്പോൾ ഈ എക്സോതെർമിക് പ്രോസസ്സ് ആകുമ്പോൾ എന്താ പ്രത്യേകത, എക്സോതെർമിക് പ്രോസസ്സ് ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് സംഭവിക്കും, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളബിലിറ്റി ഡിക്രീസസ്. സോളബിലിറ്റി എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സോളബിലിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സോളബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സോളബിലിറ്റി വെൻ ടെമ്പറേച്ചർ ഞാൻ പറയും വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് സോളബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസസ്. ഓക്കെ, അത് ഓർത്തുക. പിന്നെ പറയേണ്ട ആവശ്യമില്ല നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ഇവിടെ പറയേണ്ട അധികം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഗ്യാസ് ആണ്, ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഇൻ ലിക്വിഡ് ടെമ്പറേച്ചർ പറഞ്ഞു. പിന്നെ എഫക്റ്റ് നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഞാൻ പറഞ്ഞു. സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇപ്പോൾ കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസ് ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹിയർ വി അപ്ലൈ എന്ന ഹൈ പ്രഷർ. ഓക്കെ, ക്ലിയർ. ഈ സോളബിലിറ്റി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് വാട്ട് ഈസ് ഹെൻറീസ് ലോ. ഓക്കെ, ക്ലിയർ. ഞാനിവിടെ നോക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ വാട്ടർ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് 750 millimeter of mercury, boiling point of water at 750 millimeter of mercury is 99.63 degrees Celsius. ഇപ്പോൾ ഇത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഓക്കെ, ഹൗ മച്ച് സൂക്രോസ് ഈസ് ആഡഡ് ടു 500 gram of water ബോയിൽസ് അറ്റ് 100 degrees Celsius. എൻ്റെ ഇവിടെ കെ ബി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കെ ബി അല്ലെങ്കിൽ ബോയിൽസ് എന്നൊരു സെക്ഷൻ വരുമ്പം തന്നെ നിങ്ങൾക്ക് സ്പോട്ടിൽ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഹൗ മച്ച് ഇതല്ല ചോദിച്ചാൽ ഹൗ മച്ച് സൂക്രോസ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്പോട്ടിൽ നിങ്ങൾ മനസ്സിലാക്കി വരേണ്ടത് എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ആണ്. ഇപ്പോൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റിൽ നമ്മളെങ്ങനെ മോളിക്കുലർ മാസ് കാണും, എം ബി is equal to ഏതാണ് ഇക്വേഷൻ, കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. കെ ബി ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ് 0.52 കെൽവിൻ പെർ മോളാർ. ഓക്കെ, ഇനി ഡബ്ല്യു ബി ഹൗ മച്ച്, ഡബ്ല്യു ബി ഇവിടെ തന്നിട്ടുണ്ട്, എത്ര ഡബ്ല്യു ബി, ഡബ്ല്യു ബി എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ഡബ്ല്യു ബി എത്ര ഡിസോൾവ് ചെയ്യുന്നത് 500 gram ഓഫ് വാട്ടർ. അത് എത്ര ഡബ്ല്യു ബി എത്ര ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയാൽ, ഡബ്ല്യു ബി എന്നുള്ളത് മാസ് ഓഫ് ഡബ്ല്യു ബി വേണം ഇവിടെ, ഡബ്ല്യു ബി എന്നുള്ളത് എത്ര തന്നിട്ടുണ്ട് 500 gram ഓഫ് വാട്ടർ. നോക്കിയോ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് എത്രയാണ് 500 gram ഓഫ് വാട്ടർ ബോയിൽ സെറ്റ്, സൂക്രോസ് ഈസ് ആഡഡ് ടു 500 gram ഓഫ് വാട്ടർ ബോയിൽ സെറ്റ്. ഹൗ മച്ച് സൂക്രോസ് എന്ന് ചോദിച്ചിന്, ഇപ്പോൾ എം ബി ഇസ്കൊള്ളും കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു മാസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ എത്ര, മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ മാസ് ഇവിടെ എത്ര, ഹൗ മച്ച് നോക്ക് ക്വസ്റ്റ്യൻ നോക്ക്, മാസ് ഓഫ് സൊല്യൂട്ട് എത്ര തന്നെ ഇല്ല, കാരണം നമുക്ക് കാണേണ്ടത് ഹൗ മച്ച് സൂക്രോസ് എന്ന് അയച്ചത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണേണ്ടത് മാസ് ഓഫ് സൊല്യൂട്ട്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ് എം ബി, നമുക്ക് ഡബ്ല്യു ബി ആണ് കാണേണ്ടത്. ഓക്കെ, ഡബ്ല്യു ബി അല്ലേ കാണേണ്ടത്, ഇപ്പോൾ ഡബ്ല്യു ബി, അപ്പോൾ എം ബി നമുക്ക് ഇവിടെ നമുക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഞാൻ എഴുതിയത് ഇതാണ്. ഇപ്പോൾ ഡബ്ല്യു ബി കാണണം. അതിന് അടുത്ത കേസിൽ എം ബി എത്ര, സൂക്രോസിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്, സൂക്രോസിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ സൂക്രോസിൻ്റെ മോളിക്കുലർ മാസ് സൂക്രോസ് അല്ലേ, സൂക്രോസിൻ്റെ മോളിക്കുലർ മാസ് വരിക C12 H22 O11. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മോളിക്കുലർ മാസ് 342 എന്ന് വരും. ഓക്കെ, 342 gram വരും. ഓക്കെ, ഇനി ഡബ്ല്യു എ ഇവിടെ തന്നിട്ടുണ്ട്. ഡബ്ല്യു എന്നുള്ളത് മാസ് ഓഫ് സോൾവെൻ്റ് ആണ്, അത് 500 gram ആണ്. ഓക്കെ, ഇനി ഡെൽറ്റ ടി ബി നമുക്കറിയില്ല, ഡെൽറ്റ ടി ബി എന്ന് നമുക്കറിയാം ഇങ്ങനെ ഇക്വേഷൻ ടി ബി മൈനസ് T0 ബി. അപ്പോൾ ഇവിടെ ടി ബി എന്ന് പറഞ്ഞാൽ ടി ബി ബോയിലിംഗ് പോയിന്റ് ഓഫ് എത്രയാണ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ടി ബി എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ് 100.
ആ സൊല്യൂഷൻ തന്നെ ബോയിൽ ചെയ്യുന്ന 100-ലാണ് മൈനസ് ബോയിലിംഗ് പോയിൻ്റ് വാട്ടർ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് T0B സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ട് എത്രയാണ് 99.63. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 0.37 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ടി ബി എന്ന് പറഞ്ഞാൽ നോക്കിയോ സുക്രോസ് ഈസ് ആഡ് ടു 500 gram ഓഫ് വാട്ടർ ബോയിൽസ് അറ്റ് 100 degree Celsius. ഇപ്പോൾ സൊല്യൂഷനാണ് ഹൗ മച്ച് സുക്രോസ് ഇസ് 500 gram ഓഫ് വാട്ടർ ബോയിൽസ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഏതിൻ്റെയാണ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ്, ഇത് നമ്മളുടെ വാട്ടറാണ് സോൾവെൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് WB ആണ്. WB കാണാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ട് നോക്കിയോ WB ഈക്വൽ ടു പറഞ്ഞു MB ഇൻറ്റു ഡെൽറ്റ TB ഇൻറ്റു WA ഇങ്ങോട്ട് ക്രോസ് ചെയ്തു ബൈ അടുത്തത് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തില്ലേ ഈക്വൽ ടു ഇതല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ KB ഇൻറ്റു എന്ത് വരും പറയും 1000. ക്ലിയർ KB ഇൻറ്റു പറയും KB അല്ലേ KB ഇൻറ്റു 1000. ക്ലിയർ. അപ്പോൾ KB ഇൻറ്റു 1000 വരും. ഓക്കെ, KB ഇൻറ്റു 1000 എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്ര MB എത്രയാണ് MB എന്നുള്ള 342. ഓക്കെ, ഇൻറ്റു 342 ഇൻറ്റു ഡെൽറ്റ TB എത്രയാണ് 0.37 ഇൻറ്റു WA എത്രയാണ് WA എന്നുള്ളത് നമുക്കറിയാം എത്രയാണ് 500. ഓക്കെ, ബൈ അടുത്ത എത്രയാണ് KBയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.52 ഇൻറ്റു എത്രയാണ് ക്ലിയർ എത്ര 1000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുക 121.7 gram കിട്ടും. 121.7 gram. ഓക്കെ, 121.7 gram. ഓക്കെ, ദിസ് പ്രോബ്ലം ഈസ് ബേസ്ഡ് അപ്പോൺ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ക്ലിയർ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അസ്കോർബിക് ആസിഡ് ബ്രാക്കറ്റിൽ വിറ്റാമിൻ സി ആണ് C6H8O6 ഇത് C6H8O6 ടു ബി ഡിസോൾവ്ഡ് ഇൻ 75 gram ഓഫ് അസറ്റിക് ആസിഡ് ടു ലോവർ ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് ബൈ 1.5 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിൻ്റെ KF തന്നിട്ടുണ്ട്. അപ്പം ലോവർ ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ ചെയ്തെടുക്കുക. ഫ്രീസിംഗ് പോയിന്റ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ് മുമ്പേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ എഴുതാം MB ഈസ് ഈക്വൽ ടു പറഞ്ഞു KF ഇൻറ്റു WB ഇൻറ്റു 1000 ബൈ ഡെൽറ്റ TF ഇൻറ്റു WA. അപ്പോൾ നമ്മൾ കാണേണ്ടത് കാൽക്കുലേറ്റ് മാസ്സാണ് കാണേണ്ടത്. അപ്പോൾ മാസിലേക്ക് ഇക്വേഷൻ മാറ്റും. മാസ് ഓഫ് അസ്കോർബിക് ആസിഡ് കാണേണ്ടത് സൊല്യൂട്ടിൻ്റെ. ഇപ്പോൾ WB ആണ് ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ WB ഈക്വൽ ടു നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ പറഞ്ഞു MB ഇൻറ്റു ഡെൽറ്റ TF ഇൻറ്റു WA. ഓക്കെ, ബൈ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ WB അല്ലേ കാണേണ്ടത് ബൈ KF ഇൻറ്റു 1000. ഓക്കെ, KF ഇൻറ്റു 1000 ഇത്. ഇനി നമുക്ക് നോക്കാം ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നോക്കാം. MB എത്ര അങ്ങനെ നോക്കാം. MB ഈസ് ഈക്വൽ ടു അതായത് മോളിക്കുലർ മാസ് ഓഫ് അസ്കോർബിക് ആസിഡാണ് അത് C6H8O6. ഇനി മോളിക്കുലർ മാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 176 gram എന്ന് കിട്ടും MB. ഇനി അടുത്തത് ഡെൽറ്റ TF നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു 1.5 ഡിഗ്രി തന്നിട്ടുണ്ട്. 1.5 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്കൊന്നും കൺവേർട്ട് ചെയ്യേണ്ട 1.5 ആ ചേഞ്ചാണ് പറയുന്നത്. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു T0F മൈനസ് TF ആണ്. ആ ചേഞ്ചാണ് അത്. ഓക്കെ, ദെൻ അടുത്ത കേസിൽ ഡെൽറ്റ WA എത്രയാണ് അടുത്ത കേസ് WA നമുക്ക് വേണം. WA എത്ര മാസ് ഓഫ് ഏത് അസറ്റിക് ആസിഡ്. മാസ് ഓഫ് അസറ്റിക് ആസിഡ് പറഞ്ഞാൽ ഇവിടെ WA മാസ് ഓഫ് സോൾവെൻറ്റ് ഇവിടെ ഏതാണ് അസറ്റിക് ആസിഡ്. അപ്പം അസ്കോർബിക് ആസിഡ് അസറ്റിക് ആസിഡ് ഡിസോൾവ്. അപ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ് പറഞ്ഞാൽ ഇവിടെ അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിൻ്റെ മാസ് 75 gram. ഓക്കെ, മാസ് ഓഫ് അസറ്റിക് ആസിഡ് 75 gram. ഓക്കെ, ഇനി അടുത്ത കേസിൽ KF ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് 3.9 Kelvin per mole ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചോദിച്ചത് WB അല്ലേ ചോദിച്ചത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ് MB എത്ര ഹൗ മച്ച് 176 ഇൻറ്റു ഡെൽറ്റ TF എത്രയാണ് ഡെൽറ്റ TF എന്നുള്ളത് 1.5 ഇൻറ്റു മാസ് 75 ബൈ KF എത്ര വരും KF എന്നുള്ളത് 3.9 ഇൻറ്റു 1000. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും 5.077 gram. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽസ്. ഓസ്മോട്ടിക് പ്രഷറാണ് കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽസ് എക്സെപ്റ്റ് ബൈ എ സൊല്യൂഷൻ by dissolving 1 gram of a polymer of molecular mass 185,000 gram in
450 millimeter of water at 37 degrees Celsius. നമുക്ക് കാണേണ്ടത് ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ ഈസ് ഈക്വൽ ടു പൈ വി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചാണ്. പൈ വി ഈസ് ഈക്വൽ ടു എൻ ബി ആർ ടി. ഓക്കെ ഓക്കെ അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. പൈ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ബൈ എം ബി എന്ന് എഴുതാം. ഓക്കെ ദാറ്റ് ഇസ് പൈ ഈസ് ഈക്വൽ ടു പറഞ്ഞു ഡബ്ല്യു ബി ആർ ടി ബൈ എന്താ എഴുതാം എം ബി ഇൻറ്റു വി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ശരിയല്ലേ? വി ഇങ്ങോട്ട് വന്നാൽ മതി. അത് ഓക്കെ അല്ലേ? ഇത് ഇപ്പോൾ പൈ വി ഇസ് കൂടെ എൻ ബി ആർ ടി, ദെൻ പൈ വി ഇസ് കൂടെ ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു ആർ ടി, ദെൻ പൈ ഇസ് കൂടെ ഡബ്ല്യു ബി ആർ ടി ബൈ എം ബി ഇൻറ്റു നമ്മൾ പഠിച്ചാൽ എം ബി ആണ് ഇക്വേഷൻ. ഓക്കെ ഇനി ഓരോന്ന് നോക്കാം. ഡബ്ല്യു ബി എത്ര? മാസ് സോല്യൂട്ട് എത്രയാണ് ഡബ്ല്യു ബി എന്നുള്ളത്? ഡബ്ല്യു ബി നമുക്കറിയാം 1 ഗ്രാം അല്ലേ? മാസ് സോല്യൂട്ട് 1 ഗ്രാം. ഇതിനടുത്തത് 6 അറിയണം. ഡബ്ല്യു കറക്റ്റായിട്ട് കൊടുക്കാം 6. ഈ സബ്സ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് അതിന് കൊടുക്കാം 6. 6 എന്ന് പറഞ്ഞാൽ പാസ്കലിലാണ്. അപ്പോൾ പാസ്കലിലാവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 8.314 കിലോ പാസ്കൽ ലിറ്റർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഓക്കെ അത് കിട്ടി. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 6നെ കിലോനെല്ലാം മാറ്റാം. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം 8.314 ഇൻറ്റു 10⁻³ പാസ്കൽ പാസ്കൽ ലിറ്റർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. നമ്മൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കിലോ വേണ്ടല്ല, നമ്മൾ പാസ്കലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ പാസ്കലിലാണ് കാണാൻ വേണ്ടത്. ഇനി അടുത്ത കേസിൽ പിന്നെ ടി നമുക്കറിയാം. ടി എത്ര? ടി ഹൗ മച്ച്? ടി എന്നുള്ളത് നമുക്കറിയാം. എത്ര ടി? ടെമ്പറേച്ചർ ടി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ്? 37 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 37 + 273. ഓക്കെ അപ്പോൾ എത്ര കിട്ടും? 310 കെൽവിൻ. ഇനി വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 450 മില്ലി ലിറ്റർ. അതിനെ നല്ല ലിറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ എത്ര വരും? 0.45 ലിറ്റർ. ഓക്കെ ഇനി ഈ സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഡബ്ല്യു ബി ഹൗ മച്ച്? ഡബ്ല്യു ബി എന്നുള്ളത് 1 ഇൻറ്റു എത്ര വരും? 8.314 ഇൻറ്റു 10⁻³ ഇൻറ്റു 310 ബൈ എത്ര വരും? എം ബി എത്രയാണ്? എം ബി എന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. എം ബി മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടത് 1,85,000 തന്നിട്ടുണ്ട്. അപ്പം 1,85,000 ഇൻറ്റു വി എത്ര? വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ എത്രയാണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.45. അപ്പോൾ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക 30.96 പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ ക്ലിയർ? ഓക്കെ 30.96 പാസ്കൽ. ഇത് റിലേറ്റഡ് ടു ഓസ്മോട്ടിക് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ദ വേപ്പർ പ്രഷർ ഓഫ് എ വാട്ടർ ഈസ് 12.3 കിലോ പാസ്കൽ. 12.3 കിലോ പാസ്കൽ അറ്റ് 30 Kelvin. ടേക്കണ് കാൽക്കുലേറ്റ് ദി വേപ്പർ പ്രഷർ ഓഫ് 1 മോളാർ സൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ ഇറ്റ്. വേപ്പർ പ്രഷർ ഓഫ് ഇപ്പോൾ ചോദിക്കുന്നതാണ് വേപ്പർ പ്രഷർ സൊല്യൂഷൻ. ഇപ്പോൾ വേപ്പർ പ്രഷർ കാണുമ്പോൾ നമ്മൾ മനസ്സിലൂടെ ഓടിപ്പോകേണ്ട ഒരു പോയിന്റ് എന്നാണ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലൂടെ ഓടിപ്പോകേണ്ടത് സംഭവിച്ചത് P0A മൈനസ് PS ബൈ P0A ഈക്വൽ ടു നമ്മളെ KP മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട്. ഇനി നിങ്ങൾ ഓർത്ത് നോക്കുക, ഫോർ അക്വസ് സൊല്യൂഷൻ നമ്മുടെ വാട്ടർ ആണെങ്കിൽ അക്വസ് സൊല്യൂഷൻ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു ശരിക്കും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ മൊളാലിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്നു. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു m/m + 55.5. അതായത് വാട്ടറാണ് വരുന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 kg/L ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇവിടെ ഈ റിലേഷൻ ഓർത്ത് വെച്ചാൽ മതി. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു മൊളാലിറ്റി ബൈ മൊളാലിറ്റി പ്ലസ് 55.5 ഓർത്ത് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് തന്നെ മൊളാലിറ്റി തന്നിട്ടുണ്ട്. ഹൗ മച്ച്? 1 തന്നിട്ടുണ്ട്. 1 ഇവിടെ തന്നിട്ടുണ്ട്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അതാണ് ഇവിടുത്തെ ഏത് XB ഓർ KB. അപ്പോൾ 1/1 + 55.5 ക്ലിയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്?
ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 0.0177 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട് കിട്ടി. ഇനി ഈ കേസിൽ ഇവിടെ തന്നത് P0 തന്നിട്ടുണ്ട്, P0A, അത് വേപ്പർ പ്രഷർ ഓഫ് ഏത് തന്നിട്ടുണ്ട്, വാട്ടർ തന്നിട്ടുണ്ട്. എത്രയാണ്? 12.3 കിലോ പാസ്കലിന് ഇതാ 12.3 കിലോ പാസ്കൽ. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് പി എസ് വേണ്ട. അപ്പോൾ നേരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിക്കോ. എങ്കിൽ P0A മൈനസ് പി എസ് ഈക്വൽ ടു KB ഇൻറ്റു P0A. ക്ലിയർ? KB ഇൻറ്റു P0A. ശരിയല്ല? P0A. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസിൽ നമുക്ക് കാണേണ്ടത് പി എസ് ആണ്. പി എസ് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പം അങ്ങോട്ട് പോവാം, ഇത് ഇങ്ങോട്ട് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ P0A പറഞ്ഞു മൈനസ് KB ഇൻറ്റു P0B അല്ല P0A ദാറ്റ്സ് ഈക്വൽ ടു പി എസ്. നമുക്ക് പി എസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? P0A അതിങ്ങനെ P0A മൈനസ് KB ഓർ XB ഇൻറ്റു P0A. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12.3 മൈനസ് ഓക്കെ XBയുടെ വാല്യൂ എത്രയാണ്? 0.0177 ഇൻറ്റു 12.3. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ 12.08 വരും. 12.08 കിലോ പാസ്കൽ. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ റിലേറ്റഡ് ടു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ റിലേഷനിലെ. ഓക്കെ, ക്ലിയർ?